മിക്കവാറും അത് വരും. എങ്ങനെ എടുത്തേ? ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് കരിക്കിൻമേട് എന്ന് പറയുന്ന പരുന്തുംപാറയിലാണ്. ഇത് ഇടുക്കി ജില്ലയിൽ നമ്മുടെ പ്രകാശ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്റർ അകലെയായിട്ട് ആണ് ഈ ഒരു സ്പോട്ട് ഉള്ളത്. നമ്മുടെ പ്രകാശ് റോട്ടിൽ നിന്നും നമ്മൾ നേരെ ഉപ്പുതോടൊക്കെ പോകുന്ന വഴി നേരെ വരുമ്പോൾ ഒരു മഞ്ഞ ബോർഡൊക്കെ കാണും. അവിടെ നിന്നൊരു കോൺക്രീറ്റ് വഴിയുണ്ട് ഇടത്തോട്ട്. അതിൽ നേരെ കയറി പോന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ടിൽ നമുക്ക് എത്താൻ പറ്റും. മഞ്ഞൊക്കെ ഉള്ളപ്പോൾ നല്ല ഒരു അന്തരീക്ഷമായിരിക്കും ഇവിടെ. അപ്പം മഞ്ഞൊക്കെ ഉള്ളപ്പം ഇവിടെ വരുവാണെങ്കിൽ നല്ലൊരു വൈബ് കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് പാണ്ടിപ്പാറയിലെ പള്ളിയും അവിടുത്തെ കുറച്ച് കെട്ടിടങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇടുക്കി ഡാം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പാണ്ടിപ്പാറയിൽ കഴിഞ്ഞ ദിവസം പോയായിരുന്നല്ലോ. അപ്പോൾ പാണ്ടിപ്പാറയിൽ നിന്ന് കാണുന്നതിൻ്റെ അത്രയും ഒരു സെറ്റപ്പിൽ കിട്ടത്തില്ലെങ്കിലും അത്യാവശ്യം ഒരു വേറെ ഒരു രീതിയിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് അപകടങ്ങളും പതിയിരിപ്പുണ്ട്. അപ്പം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഗൈസ്, അപ്പോൾ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പം ചെറുതായിട്ട് മഴ പെയ്യുമോ എന്നൊക്കെ ഒരു ഡൗട്ടുണ്ട്. അപ്പം എന്നെ പുറത്ത് നിർത്തിയിട്ട് നമ്മുടെ അനുവേട്ടായി ഒരു സേഫായിട്ടുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പാറയുടെ ഇടയിലാണ്. അവിടെ മഴയൊന്നും നനയാത്ത രീതിയിൽ ഇച്ചിരി കൂടെ കയറിയിരിക്കുകയാണെങ്കിൽ മഴ നനയല്ല കേട്ടോ. അപ്പം മഴ നനയാത്ത രീതിയിൽ ഇരിക്കുന്നുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഞാൻ നനഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും എനിക്കൊരു ആശ്വാസമുള്ളത് എന്നാന്ന് വെച്ചാൽ ചേട്ടായുടെ ഫോൺ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നനയുവാണെങ്കിൽ അതുകൂടെ നനയുമല്ലോ. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇടുങ്ങിയ വഴികളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ ഒരു ഓഫ് റോഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് വേണ്ടാന്ന് വെച്ചു. വണ്ടി അവിടെ ഇരിക്കട്ടെ. നടന്നു പോകണമെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ. നമ്മുടെ അനുപേട്ടായി ഫ്രണ്ട് നടക്കുന്നുണ്ട്. നടന്ന് നമ്മൾ കുറേ കാലത്തിന് ശേഷം ഇവിടെ നടന്നു വരുന്നത്, അല്ലെങ്കിൽ വണ്ടിക്ക് തന്നെ വന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഗൈസ്. അതെ, നമ്മുടെ അനുപേട്ടായി എന്നെ ഇതിലൂടെയൊക്കെ കൊണ്ടുപോവാണ്. ഞാൻ ഇതുവരെ ആദ്യമായിട്ട് കേട്ടോ ഇവിടെ വരുന്നത്. ഇതിലൂടെയൊക്കെയോ കൊണ്ടുപോവാണ് എന്നെ. ദേ ഇപ്പോൾ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ പ്രവേശിച്ച് ഞങ്ങൾ ആദ്യം നിന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്നേക്കുവാണ്. നിങ്ങൾ ഇതുപോലുള്ള വഴി വന്നിട്ടുണ്ടോ? ഞാൻ ഇതുപോലുള്ള വഴിയിലൊക്കെ വന്നിട്ടുണ്ട്, ബട്ട് ഈ വഴി വന്നിട്ടില്ല. ഇടയ്ക്ക് ഇതുപോലുള്ള വഴികളിലൂടെ വരുവാണെങ്കിൽ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. അത് ശരിയാണ്. കണ്ടില്ലേ, പരുന്തംപാറ എന്ന് പറയുന്ന പോലെ പരുന്ത് പറന്ന് നടക്കുന്നുണ്ടല്ലേ. അതേ ഗൈസ്, ഞങ്ങൾ കുറച്ച് മുമ്പ്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, കുറച്ച് മുമ്പ് ഞങ്ങൾ കറക്റ്റ് താഴെ കുറച്ച് ഇറങ്ങി ഒരു വീഡിയോ എടുത്തിട്ട് കറക്റ്റ് തിരിയുമ്പോൾ തൊട്ട് താഴെ കൂടെ ഒരു പരുന്ത് പറന്നുപോയി. ബട്ട് ക്യാമറയൊക്കെ ഓണാക്കി വന്നപ്പോഴേക്കും പരുന്തിൻ്റെ വഴിക്ക് പോയി ഗൈസ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പരുന്ത് വരാതിരിക്കത്തില്ല. പട്ടം പറത്തുന്ന പോലെ. ഈ ഒരു സ്പോട്ടിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ പാണ്ടിപ്പാറയിലെ പള്ളിയും അതിൻ്റെ ഫാരിഷ് ഹാളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആ കാട്ടിൽ 2 പഴം, പേരയ്ക്കാപ്പഴം, നമ്മുടെ അൽജ അത് പറിക്കാൻ പോയിട്ടുണ്ട്.
അപ്പം നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ വീഡിയോയുടെ പരിപാടിയൊക്കെ തീർന്നിരിക്കുകയാണ്. എനിക്ക് തൊണ്ട മാത്രമേ കിട്ടൂ. എന്നാ നീ കയറി കഷ്ടപ്പെട്ട് പറിച്ചല്ലേ നീ തിന്നോ. എടാ തിന്നടാ, എനിക്ക് വേണ്ട, ഞാൻ ഇന്നും തിന്നാ. നീ കഴിച്ചോ? പഴം അത്ര സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ. വെള്ളച്ചോ